Hi, hello, welcome back to Xylem Learning. Akshay sir ആണ്. So Akshay sir ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം how do organisms reproduce. നമ്മുടെ 10th CBSE ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് എന്ത് how do organisms reproduce. ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് റിവിഷനുമായിട്ട് ചില ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനുമായിട്ടാണ് സാറ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഉറപ്പു വരുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കൃത്യമായി കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എന്റെ പിറകുവശത്തായി ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന് എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്യുക്കായി ഫയർ ഇമോജി ഇട്ടുകൊണ്ട് സെറ്റാക്കുക. ഫയർ ഇമോജി ഓർ ശക്തിമാൻ ഇമോജി വേണമെങ്കിൽ അതുകൂടാ. റെഡി എല്ലാവരും വെയിറ്റിംഗ് ആണ്, ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഒരു സെഷനാണിത്. നമ്മുടെ 30 ഡേയ്സ് ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ബയോളജി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. യെസ് സെറ്റല്ലേ ഹായ് പവർ മിന്നിക്കണേ, തീ കത്തിക്കണം, അല്ലെങ്കിൽ ശക്തിമാൻ ഇമോജി ഏതെങ്കിലും വേണം. സാറിന്റെ ഇമോജിയാണ് ശക്തിമാൻ ഇമോജി. ഓക്കെ, യെസ് റെഡി. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ചില മേഖലകൾ, ചില ഏരിയാസ് നമ്മളെ കുഴപ്പിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ. ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട് ഈ ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലൂടെയും നമ്മൾ പോകും. അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങൾ പരിശോധിക്കും. സെറ്റാണ്, എല്ലാവരും സെറ്റാണ്. റെഡി എല്ലാവരും ശക്തിമാൻ ഇമോജി ഇട്ട് ഫയർ ഇമോജി ഇട്ട് സെറ്റ് ആക്കുന്നുണ്ട്. റെഡി തുടങ്ങിക്കൂടെ? ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ 10th CBSE പവർ ഇതൊന്നുമല്ല, തീർച്ചയായിട്ടും ഇതൊന്നുമല്ല. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ലിങ്ക് എത്തിക്കുക. ഈ ലൈവിന്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അവരെയും കൊണ്ടുവരിക. നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? പോരല്ലേ, അവരും പഠിക്കട്ടെ. അപ്പൊ എല്ലാ സുഹൃത്തുക്കളെ എത്തിക്കുക കേട്ടോ. എല്ലാ സുഹൃത്തുക്കളും വരട്ടെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം അല്ലെ? അതല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ? നമ്മൾ സെൽഫിഷാണോ? അല്ല അല്ലെ? നമ്മള് എന്താ പറയാ, എല്ലാവരെയും കൂട്ടി പഠിക്കണം. അതാണ് വേണ്ടത്. സാറിന്റെ നെയിം എന്താ ചോദിക്കുന്നുണ്ട്. എന്റെ പേര് അറിയാവുന്ന ഒരു കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്യണേ സാറിന്റെ പേര്. നമുക്ക് തുടങ്ങാം. ഓക്കെ, യെസ് പവർ വരട്ടെ. ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന ചാപ്റ്റർ നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ഹായ് മൊഞ്ചെന്നെല്ലാം പറയുന്നുണ്ട് സാറ്. താങ്ക് യു. യെസ് റെഡി തുടങ്ങാം. സുഹൃത്തുക്കളെയൊക്കെ കൊണ്ടുവരണേ. അതുപോലെ തന്നെ ലൈക്ക് കൂടി ഇടുക കേട്ടോ. നിങ്ങൾ ഇടുന്ന ഓരോ ലൈക്കും ഞങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ഇടുന്ന ലൈക്ക് അത് ഈസ് കൺവേർട്ടഡ് ടു എനർജി. അപ്പൊ സാറിന് എനർജി കിട്ടും. ഓക്കെ, അപ്പൊ എനർജി കിട്ടുമ്പോൾ സാർ എന്ത് ചെയ്യും? മജയായിട്ട് ഇവിടെ പഠിപ്പിക്കും. റെഡി? യെസ് അക്ഷയ് സാർ, അത് തന്നെയാണ് എന്റെ പേര്. അക്ഷയ് ആണ്. സ്നേഹമുള്ളവര് എന്ത് വിളിക്കും? AKY എന്ന് വിളിക്കും കേട്ടോ. കൂട്ടി വായിക്കണ്ട, ആക്കിന്ന് വായിക്കണ്ട, AKY ആണ്. റെഡി, തുടങ്ങാം. യെസ്. അപ്പൊ ആദ്യം തന്നെ റീപ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് തന്നെ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ ഉണ്ടാക്കുക, സന്താനങ്ങളെ ഉണ്ടാക്കുക, ഓസ്പ്രിങ്സിനെ ഉണ്ടാക്കുക. വളരെ എന്താ പറയാ, ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഓസ്പ്രിങ്സിനെ ഉണ്ടാക്കുക, സന്താനങ്ങളെ ഉണ്ടാക്കുക. ഓക്കെ, എവിടെ നിന്ന്? പാരന്റിൽ നിന്ന്. എവിടെ നിന്ന്? പാരന്റ് ഓസ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പാരന്റ്സ് ഓസ്പ്രിങ്ങിനെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എന്ത് പ്രോസസ്സാ? ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്. എന്ത് പ്രോസസ്സാ? ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്. സോ കണക്ട് ചെയ്തുകൊണ്ട് പറയുക, എന്താ റീപ്രൊഡക്ഷൻ? ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്. എന്ത് പ്രോസസ്? ബയോളജിക്കൽ പ്രോസസ്. റെഡി? by which new individual organism, പുതുസ് new organism, പുതിയ വാവക്കുഞ്ഞി, കരയുന്ന വാവക്കുഞ്ഞി, new organisms are produced. new individual organism, അതിന് എന്ത് വിളിക്കുക? offspring. എന്താ വിളിക്കുക? offspring are produced from their parent അല്ലെങ്കിൽ parents based on mode of reproduction. Mode of reproduction രണ്ടുണ്ട്. Sexual reproduction
അസെക്ഷൽ റീപ്രൊഡക്ഷൻ. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഒന്നേതാ? സെക്ഷുവലി. സെക്ഷുവല് പാരന്റ്സ് വേണം, 2 പാരന്റ് ഉണ്ട്. സോ പാരന്റ്സ് അസെക്ഷൽ ആണെങ്കിൽ 1 പാരന്റ് മതി, സിംഗുലർ പാരന്റ്. അപ്പൊ റീപ്രൊഡക്ഷൻ എന്താ? ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് ന്യൂ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് called offsprings are produced from parents or parent. So അതാണ് അർത്ഥമാക്കുന്നത്. പാരന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ പറയാതെ പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാ. ബിക്കോസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ 2 പാരന്റ്സ് ആർ ഇൻവോൾവ്ഡ്. ആൻഡ് പാരന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിംഗുലർ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ എന്താ ഗ്രാമറും പഠിപ്പിക്കുന്നുണ്ടാ? അല്ലടാ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, സിംഗുലറാ. അപ്പൊ സിംഗുലർ എന്ന് വെച്ചാൽ 1 അല്ലേ, 1. അപ്പൊ 1 പാരന്റ് മാത്രം മതി എന്ന് പറയുമ്പോൾ എന്ത് റീപ്രൊഡക്ഷനാ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. റെഡിയാണ്, സെറ്റാണ്. ഇത് അറിയാത്ത ആരും ഉണ്ടാവൂല ഇടാം, എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? അറിയില്ലടാ, അറിയും. ഓക്കെ, റെഡി. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. എന്താ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ? ഒരു ക്വസ്റ്റ്യൻ ആണ്. റീപ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ലിവിങ് ഓർഗാനിസം. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈസ് എസെൻഷ്യൽ ഫോർ ലിവിങ് ഓർഗാനിസം. വൈ? എന്തുകൊണ്ടാണ്? നമുക്കറിയാം, റീപ്രൊഡക്ഷൻ നമുക്കൊരു ലൈഫ് പ്രോസസ് ആയിട്ട് പറയാൻ പറ്റില്ല. റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിന്ന് പോകില്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരാള് എന്താ പറയാ ഫർട്ടൈൽ അല്ലാന്ന് വിചാരിക്കാം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ട് എന്ന് വിചാരിക്കാം. അവര് ജീവിക്കൂലേ? ജീവിക്കും. പക്ഷേ അവർക്ക് പുതുതലമുറയെ ഉണ്ടാക്കാൻ പറ്റില്ല. അവര് ജീവിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ റീപ്രൊഡക്ഷൻ ഒരു ലൈഫ് പ്രോസസ് ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിലും ജീവൻ നിലനിന്ന് പോവും. പക്ഷേ കണ്ടിന്യൂഷൻ ഉണ്ടാവുമോ? സ്പീഷീസ് കണ്ടിന്യൂഷൻ ഉണ്ടാ? ജനറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ജനറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ലടാ? വിസിബിലിറ്റി നോക്കട്ടെ. ഓക്കെ, അപ്പൊ കണ്ടിന്യൂഷൻ ഓഫ് എന്താണ്? സ്പീഷീസ് ആണ് അതിന്റെ ആൻസർ വരിക. കാണാൻ പറ്റുന്നില്ലടാ? സെറ്റ് അല്ലേ? സൈഡ് കാണുന്നില്ല, ഒന്ന് കൺഫേം ചെയ്യണേ. സൈഡ് കാണുന്നില്ലേ? അതായത് ഈ സൈഡ് കാണുന്നില്ലേ എന്നൊന്ന് കൺഫേം ചെയ്യണേ. ഒന്ന് കൺഫേം ചെയ്തേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? റീപ്രൊഡക്ഷൻ എന്തിനാണ് എസെൻഷ്യൽ? കണ്ടിന്യൂ ദ സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. അതാണ് കറക്റ്റ് അല്ലേ? യെസ്, ക്ലിയർ ആണ്, സെറ്റ് ആണ്, കാണാമെന്ന് പറയുന്നുണ്ട്. താങ്ക് യു ഫോർ ദ കൺഫർമേഷൻ. ഐ വാസ് ജസ്റ്റ് മേക്കിംഗ് ഷുവർ ബിക്കോസ് ഇവിടെ എനിക്കത് ബിക്കോസ് ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ അവിടെ ഉള്ളതെന്നൊക്കെ കാണാത്തോണ്ട്. ഓക്കെ, റെഡി. അപ്പൊ സെറ്റാണ്. ഫോണിൽ നോക്കാന്ന് വെച്ചാൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ട് സൈഡിൽ കറുപ്പ്, മറ്റേ സ്ക്രീൻ ഗാർഡ് സൈഡിൽ കറുപ്പില്ലേ, അത് ഉള്ളതുകൊണ്ട് നേരെ കാണാനും പറ്റുന്നില്ല. എല്ലാം എടുത്ത് കളയേണ്ട സമയമായി. ഓക്കെ, റെഡി. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? യെസ്, ഇതിന്റെ ആൻസർ ഡി തന്നെയാണ്. ഇതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിൽ ആരെങ്കിലും സംശയങ്ങൾ വേണ്ട? ഇത് സംശയമൊന്നും വേണ്ട, ഇത് എളുപ്പമാണ് അല്ലേ? ആണ്. അടുത്തതിലേക്ക് പോകട്ടെ. ഓക്കെ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്കറിയാം. 2 മോഡ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്, ഒന്നൊന്നുമല്ല, 2 എണ്ണം ഇല്ലേ? ഒന്നേതാ? എസെക്ഷൽ ആണ്. രണ്ടാമത്തത് സെക്ഷൽ ആണ്. എസെക്ഷലും സെക്ഷലും. എസെക്ഷൽ എന്ന് പറയുമ്പോൾ സൈഡ് കാണുന്നില്ലേ? ഓക്കെ, ഇപ്പൊ കാണാലോ? ഓക്കെ, ശ്രദ്ധിക്കുക. അസെക്ഷൽ എന്ന് പറയുമ്പോൾ മക്കളെ 1 പാരന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓൺലി 1 പാരന്റ്. പഠിക്കണം, 1 പാരന്റ് മാത്രമാണ് കുട്ടികളെ അവിടെ ഉള്ളത്. ഗ്യാമീറ്റുകൾ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ഗ്യാമീറ്റുകൾ ഉണ്ടാവുന്നില്ല സാറേ. സെക്സ് സെല്ലുകൾ ഉണ്ടാവുന്നില്ല സാറേ. ഗ്യാമീറ്റുകൾ ഉണ്ടാവുന്നില്ല സാറേ. ഗ്യാമീറ്റുകൾ ഇല്ല എന്ന് പറയുമ്പോൾ എന്തും ഉണ്ടാവില്ല, ഫെർട്ടിലൈസേഷനും ഉണ്ടാവില്ല. പറയാതെ പറയുന്ന കഥയാണത്. ഗ്യാമീറ്റുകൾ ഇല്ല എന്ന് പറയുമ്പോൾ എന്തില്ലാടാ, എന്തില്ല അവിടെ? ഫെർട്ടിലൈസേഷൻ ഇല്ല. ഗ്യാമീറ്റുകൾ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഫെർട്ടിലൈസേഷൻ ഉണ്ടാവില്ല. കണക്ട് ചെയ്ത് പഠിക്കണം. ഫെർട്ടിലൈസേഷൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? സൈഗോട്ട് ഉണ്ടാവില്ല. ഫെർട്ടിലൈസേഷൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? സൈഗോട്ട് ഉണ്ടാവില്ല. മക്കളെ, ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുവേ. ഇനി മക്കളെ, വേരിയേഷന്റെ കേസ് പറയുകയാണെങ്കിൽ വേരിയേഷൻ നോട്ട് ഒബ്സർവ്ഡ്, അതായത് ചെറിയ വേരിയേഷൻ ഉണ്ടാവും.
ഒട്ടും വേരിയേഷനില്ല പറയാൻ പറ്റില്ല, ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ നമുക്ക് എന്ത് പറയാം? വേരിയേഷൻ ഇല്ല എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചു പഠിക്കണം. ഐ എം ടോക്കിംഗ് അബൌട്ട് asexual reproduction. Only one parent involved. No gamete is produced. Hence no fertilization. No zygote formation. And variation എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുന്നില്ല. റെഡി ആണെങ്കിൽ സെക്ഷുവലിന്റെ കേസില് 2 parents are involved. 1 female and 1 male. Female and male is involved. 2 parents are involved in sexual reproduction. And they are producing gamete. Male is producing sperm. Male is producing sperm. Female is producing ovum or egg. Female is producing what? Ovum or egg. Female ovum അല്ലെങ്കിൽ egg produce ചെയ്യും. മെയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് ആർ സെക്സ് സെൽ ഓർ ഇറ്റ്സ് കോൾഡ് ഗ്യാമീറ്റ്. സോ ഗ്യാമീറ്റ് പ്രൊഡക്ഷൻ ഉണ്ട് കുട്ടികളെ. ഗ്യാമീറ്റുകൾ ഉണ്ടെങ്കിൽ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താടാ? ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇവിടെ എന്തുണ്ടടാ? ഫെർട്ടിലൈസേഷൻ ഉണ്ടടാ. ഫെർട്ടിലൈസേഷൻ ഉണ്ടെങ്കിൽ എന്ത് ഫോം ചെയ്യുമെടാ? സൈഗോട്ട് ഫോം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ വേരിയേഷൻ കൂടുതലായിരിക്കും. കാരണം 2 പാരന്റ് വരുന്നില്ലേ? ഒരു ഫീമെയിൽ പാരന്റും ഒരു മെയിൽ പാരന്റും. ഇവ 2 പേരും ചേർന്നാണ് ഒരു കുഞ്ഞിനുണ്ടാക്കുന്നത്. അപ്പൊ 2 ആളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഇവിടെ വരുമ്പോൾ പല വേരിയേഷനും കോപ്പി ചെയ്യുമ്പോൾ, DNA കോപ്പി ചെയ്യുമ്പോൾ പല വേരിയേഷൻസും അവിടെ ഉണ്ടാകും. സോ മോർ variation is observed in sexual reproduction compared to asexual reproduction. More variation is observed in sexual reproduction because of the involvement of 2 parents. സാർ ഒന്ന് സോങ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സോങ് വേണമെങ്കിൽ സോങ് ചെയ്യാം, ഇന്ന് മിമിക്രി ചെയ്യാം. ഓക്കെ, ഞാനൊരു മിമിക്രി ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ആണ്. നിങ്ങളൊരു 110 ലൈക്ക് തന്നാൽ ഉറപ്പായും ഒരു മിമിക്രി ഞാൻ ചെയ്യുന്നതായിരിക്കും. വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ചോദിക്കുന്നുണ്ട്. പോളിനേഷൻ ഈസ് നത്തിങ് ബട്ട് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആൻഡർ ടു സ്റ്റിഗ്മ. ഫ്ലവറിലെ ആൻഡർ എന്ന് പറയുന്ന മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ നിന്ന് പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ആവുക. എവിടെ? ഫീമെയിൽ സ്ട്രക്ചറിന്റെ ഭാഗമായ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പോളിനേഷൻ എന്ന് വിളിക്കും. ആൻഡ് ഫെർട്ടിലൈസേഷൻ ഈസ് ആഫ്റ്റർ പോളിനേഷൻ, where male gamete in the pollen grain fuses with the egg cell in the embryo sac in the ovary. അതായത് ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയാണ്, സെറ്റാണ്. ബയോളജി നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ഓൾറെഡി ലൈഫ് പ്രോസസ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൺട്രോൾ ആൻഡ് കോർഡിനേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് അവർ 3rd ചാപ്റ്റർ ഓഫ് ബയോളജി വിച്ച് ഇസ് ഗോയിങ് ഹാപ്പനിങ് ടുഡേ. ദാറ്റ് ഈസ് ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്. റെഡി? 110 ലൈക്കൊക്കെ നിങ്ങൾക്ക് മാജിക് പോലെ കൊണ്ടുവരാൻ പറ്റും. യെസ്, അതൊക്കെ പറ്റുമെടാ. യെസ് മക്കളെ, അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ മെത്തേഡ്സ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. സാർ എന്നെ ഡബ് ചെയ്യൂ പ്ലീസ്. എന്നെ ഡബ് ചെയ്യൂ. എനിക്ക് മനസ്സിലായിട്ടാ. ഓക്കെ, നോക്കടാ, ശ്രദ്ധിക്കടാ. അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ മെത്തേഡ്സ് ആണ്. എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്? സ്പോർ ഫോർമേഷൻ, ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ഉണ്ടടാ, ബഡ്ഡിങ് ഉണ്ടടാ, റീജനറേഷൻ ഉണ്ടടാ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ടടാ. ഓക്കെ, ദിസ് ചാപ്റ്റർ ഇസ് ടഫ് ഫോർ മീ. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ടഫ്. മക്കളെ, നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം സാറ് പറഞ്ഞു തരും. പേടിക്കേണ്ട കാര്യമേ ഇല്ല. സൈലം നിങ്ങളുടെ കൂടെയാ അല്ലേ? ആണ്. സൈലം നിങ്ങളുടെ കൂടെയാ. സൈലത്തിലെ ഓരോ ഫാക്കൽറ്റിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ അരികെ തന്നെ ഉണ്ട്, നിങ്ങളുടെ മുറുക്ക പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ യാതൊരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കേണ്ടത് മസ്റ്റാണ്. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധ പോയാലേ പോയതാ. റെഡി. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഫിഷൻ എന്നാണ് പറയുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു സംഭവം കണ്ടുകൂടാ. ഈ ഒരു സംഭവം ഇത് നിങ്ങൾ നോക്കിയേ. ഇതിപ്പോ 1 2 ആക്കി മാറ്റിയ ഇത് ഫിഷൻ. മനസ്സിലായ?
രണ്ടെണ്ണം ഒരു സാധനത്തിന് ഒരുമിച്ച് ചേർത്താൽ അത് ഫ്യൂഷൻ. ഒന്നില്ല രണ്ടെണ്ണാക്കിയാൽ ഫിഷൻ. രണ്ടോ രണ്ടിൽ കൂടുതലാക്കിയ ഫിഷൻ അല്ലേ? ആണ്. എന്നാൽ കുറെ സംഭവങ്ങളെ കൂട്ടിച്ചേർത്താലോ ഇറ്റ്സ് കോൾഡ് ഫ്യൂഷൻ. ഫ്യൂഷന്റെ നേരെ ഓപ്പോസിറ്റ് ഫിഷൻ. അപ്പൊ ഒരു സാധനം രണ്ടെണ്ണമായാലും ബൈനറി ഫിഷൻ. ബൈനറി എന്ന് വെച്ചാൽ രണ്ട് എന്നാ അല്ലേ? ബൈ എന്ന് വെച്ചാൽ രണ്ടല്ലേ? ആണ്. അപ്പൊ ഒന്ന് രണ്ടെണ്ണമായാൽ ബൈനറി ഫിഷൻ. ഇനി കൊറേണായാലോ? കൊറേണായി രണ്ടിൽ കൂടുതലായി കൊറേണായി ഇവിടെ കാട്ടവലായി അത് അവരടിക്കും, പ്രശ്നമില്ല. അപ്പൊ കൊറേണായാൽ എന്തായി? മൾട്ടിപ്പിൾ ഫിഷൻ. കൊറേണമായാൽ മൾട്ടിപ്പിൾ ഫിഷൻ. ഒന്ന് രണ്ടായാൽ ബൈനറി ഫിഷൻ. ഒന്ന് രണ്ടായാൽ ബൈനറി. രണ്ടിൽ കൂടുതലായ മൾട്ടിപ്പിൾ ഫിഷൻ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ ഇവിടെ നിങ്ങൾ നോക്കുക കുട്ടികളെ, നമ്മുടെ പൊന്നു അമീബ, നമ്മുടെ സുന്ദരനായ അമീബ എന്തായിടാ? രണ്ടെണ്ണമായി. കണ്ടുവോ? അതിനകത്തുള്ള ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു, പിന്നീട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തു. 2 daughter amoebas are produced. Means it is binary fission. സോ അവിടെ സിംഗിൾ ആയിട്ടുള്ള ഒരാൾ എന്തായി? ഡബിൾ ആയിട്ട് മാറി. അല്ലേ? ആണല്ലേടാ? അങ്ങനെയാണെങ്കിൽ മലേറിയൽ പാരസൈറ്റ് ആയ പ്ലാസ്മോഡിയം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടാ. സ്ഥിര സാന്നിധ്യമാണ് പ്ലാസ്മോഡിയം. മലേറിയൽ പാരസൈറ്റ് ആയ പ്ലാസ്മോഡിയത്തിന്റെ കേസിൽ ഒരു സെല്ലിൽ നിന്ന്, അതായത് പ്ലാസ്മോഡിയത്തിന് ഒരു സിസ്റ്റ് ഫോം ചെയ്യും. ഇവിടെ കാണാം സിസ്റ്റ്. ഫേവറബിൾ കണ്ടീഷൻ ആവുമ്പോൾ പൊട്ടിപ്പോവും. അതിനകത്തുള്ള ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ആ ന്യൂക്ലിയസ് ചുറ്റും എൻവലപ്പായി പുതിയ സെല്ലുകളാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഒന്നിൽ നിന്ന് ഒരുപാട് എണ്ണം ഉണ്ടായാൽ മൾട്ടിപ്പിൾ ഫിഷൻ. ഒന്നിൽ നിന്ന് രണ്ടുണ്ടായാൽ ബൈനറി ഫിഷൻ. റെഡി? അടുത്തത് ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിംഗ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഹൈഡ്ര ആൻഡ് ഓൾസോ യൂണിസെല്ലുലാർ ഫംജൈ ഈസ്റ്റ്. യൂണിസെല്ലുലാർ ഫംജൈ ആയ ഈസ്റ്റിലും ഹൈഡ്രയിലുമാണ് എന്ത് കാണുന്നത്? ബഡ്ഡിംഗ് കാണുന്നത്. See, this is a parent hydra. And you can see a lateral outgrowth. Lateral എന്ന് വെച്ചാൽ സൈഡ് ഔട്ട് ഗ്രോത്ത്, പുറത്തേക്കൊരു വളർച്ച. ഇത് നിങ്ങൾ നോക്കണം. നിങ്ങൾ നോക്കിയേ, ഈ ഹൈഡ്രയുടെ പുറത്തേക്കൊരു വളർച്ച കണ്ടുവോ? കണ്ടല്ലേ? അതിനെ നമ്മൾ വിളിക്കും ബഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? The lateral outgrowth is referred to as bud. ആ ബഡ് എന്ത് ചെയ്യും? It start growing. ആ ബഡ് എന്ത് ചെയ്യും? സ്ലൈഡ്സ് ഉണ്ട്. സ്ലൈഡ്സ് എല്ലാം നമ്മൾ തീർക്കും. അനിതാ സുധി, ഒരു ബേജാറും വേണ്ട, ഒരു സങ്കടവും വേണ്ട, എല്ലാം നമ്മൾ തീർക്കും. ശ്രദ്ധിച്ചിരിക്കുക. സോ ഈ ബഡ് വളരും. ഈ ബഡ് വളർന്നിട്ട് ഈ ഹൈഡ്രയുടെ സ്ട്രക്ചർ നോക്കിയേ. ഇതിന് ഈ കുറെ ഫിംഗർ പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ടെന്റക്കിൾ എന്നാ പറയാ. എന്താ പറയാ? ടെന്റക്കിൾ. അപ്പൊ അതുപോലെ ഈ ചെറിയ ബഡിന് എന്ത് വളരാൻ തുടങ്ങും? ടെന്റക്കിൾസ് വളരാൻ തുടങ്ങും. അങ്ങനെ ഇത് പുതിയ ഒരു ഹൈഡ്ര ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യും? പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. എന്ത് ചെയ്യും? ഡിറ്റാച്ച്, വേർതിരിയും. അങ്ങനെ വേർതിരിഞ്ഞ് പുതിയ ഒരു ഇൻഡിവിജ്വൽ ഹൈഡ്രയായിട്ട് അത് മാറും. So this is what is called budding. Same thing is also observed in East. ഇതേ ബഡിങ് എവിടെയോ ഉണ്ട്? ഈസ്റ്റിലും ഉണ്ട്. വിച്ച് ഈസ് യൂണിസെല്ലുലാർ ഫംജൈ. യെസ്, മൈ നെയിം ഇസ് ശ്രേയ. ശ്രേയ, ഇനി നമുക്കുണ്ട് കേട്ടോ, കുറച്ചുകൂടി സ്ലൈഡ്സ് ഉണ്ട്. പക്ഷെ എല്ലാം തന്നെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുള്ളൂ. സോ എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. സോ അടുത്തത് ഫ്രാഗ്മെന്റേഷൻ വിച്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ എ ഗ്രീൻ ആൽഗെ കോൾഡ് സ്പൈറോഗൈറ. സ്പൈറോഗൈറ is a filamentous algae. ഫിലമെന്റ് പോലുള്ള ആൽഗയാണ്. See, this is Spirogyra. And in case of fragmentation, what is happening? ഈ സ്പൈറോഗൈറ എന്താ? സ്പ്ലിറ്റ് ചെയ്യാണ് കേട്ടോ. കഷ്ണാവുകയാണ്. And ഓരോ കഷ്ണം will be acting as a new individual. So here you can see 2 cuts. These 2 cuts made 3 fragments. 2 കട്ട് 3 ഫ്രാഗ്മെന്റ് ഉണ്ടാക്കി. And each fragment is growing into a new individual. See, ഓരോ ഫ്രാഗ്മെന്റ്സും പുതിയ ഇൻഡിവിജ്വൽ ആയി മാറുകയാണ്. And this is example Spirogyra, which is an algae.
റെഡി അല്ലേ? റീജനറേഷന് ഉണ്ട് ബാക്ക്മാൻ, റീജനറേഷന് ഉണ്ട് കേട്ടോ. ഹൈഡ്രേറ്റ് കേസിൽ പറയുമ്പോൾ ഓക്കെ റെഡി. ദിസ് ഈസ് ഫ്രാഗ്മെന്റേഷൻ. ആൻഡ് നെക്സ്റ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തഡ് റീജനറേഷൻ. ആൻഡ് ദ മെയിൻ എക്സാമ്പിൾ ഈസ് പ്ലെനേരിയ. ഇറ്റ്സ് ലൈക്ക് എ ഫ്ലാറ്റൂവ്. ആൻഡ് ഇഫ് യു സീ ദിസ് ഈസ് ദൻ ഇൻഡിവിജ്വൽ. സി ഇതാണ് ഒരു ഇൻഡിവിജ്വൽ. ശ്രദ്ധിക്കുക, ഇതൊരു പ്ലെനേറിയ ആണ് കേട്ടോ. ഈ പ്ലെനേറിയയുടെ രണ്ട് സർഫസിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു തലക്കഷ്ണം കിട്ടി, ഒരു നടുക്കഷ്ണം കിട്ടി, ഒരു വാൽ കഷ്ണം കിട്ടി. ഏക്ക് തലക്കഷ്ണം, ഏക്ക് നടുക്കഷ്ണം, ഏക്ക് വാൽ കഷ്ണം. ആൻഡ് ഈച്ച് കഷ്ണം വിൽ ബി സ്റ്റാർട്ട് ഗ്രോയിങ്. സി തലക്കഷ്ണത്തിന്റെ ബാക്കിയുള്ള വാൽ കഷ്ണം, നടുക്കഷ്ണം വളരാൻ തുടങ്ങും. കണ്ടുവാ, ബാക്കിയുള്ള സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വളർന്നു. ഇവിടെ നടുക്കഷ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് ശേഷമുള്ള തലക്കഷ്ണവും വാൽ കഷ്ണവും ഇവിടെ വളർന്നു വരികയാണ്. ഇവിടെ വാൽ കഷ്ണമുണ്ട്, ബാക്കിയുള്ള എല്ലാ കഷ്ണവും നടുക്കഷ്ണവും തലക്കഷ്ണവും വളർന്നു. അപ്പൊ ഓരോ കഷ്ണത്തിൽ നിന്നും, ഓരോ പീസിൽ നിന്നും പുതിയ ഇൻഡിവിജ്വൽ അവിടെ ഉണ്ടായി. ആൻഡ് ദിസ് ഈസ് റീജനറേഷൻ. സെയിം തിങ് ഈസ് അപ്ലിക്കബിൾ ടു അവർ ലിവർ ഓൾസോ. Our liver cells or liver is also having this property of regeneration. We can cut the liver and liver start growing like a tail of the lizard. പല്ലിയുടെ വാലിനും അതേ പ്രോപ്പർട്ടിയാ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പോർ ഫോർമേഷൻ ആണ്. രേണുക്കളാണ് സ്പോറുകൾ. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റൈസോപ്പസ്. മെയിൻ എക്സാമ്പിൾ ഈസ് റൈസോപ്പസ്. ഫഞ്ചൈ ആണ്. ആൻഡ് ഇഫ് യു സീ ദ സ്ട്രക്ചർ ഓഫ് റൈസോപ്പസ്, you can see a sporangium, a unda like structure. See, this unda is called a sporangium. Sporangium. Ready? And this unda consists of, ഈ ഉണ്ട പൊട്ടിപ്പോവേ, ഈ ഉണ്ടയിലുള്ള സ്പോർ ഉണ്ട്. And this unda, when it is bursting, unda will burst, bulgary region will burst. And what is released? Spores are released. എന്ത് റിലീസ് ചെയ്യും? Spore is released, and the spore have got the capability to withstand adverse climatic condition. ഈ പറഞ്ഞിരിക്കുന്ന സ്പോറും സ്പേമും കണക്ട് ചെയ്താ സ്പോറിന് എന്ത് കിട്ടും? ഇറ്റ് ക്യാൻ സർവൈവ് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ. ആ അൺഫേവറബിൾ കണ്ടീഷൻ പോയി കഴിഞ്ഞാല് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് ടു ഗ്രോ ഇൻ ടു എ ന്യൂ റൈസോപ്പസ്, പുതിയ റൈസോപ്പസ് ആയിട്ട് മാറും. ദിസ് ഇസ് സ്പോർ ഫോർമേഷൻ. നെക്സ്റ്റ് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. Before understanding vegetative propagation, you need to understand what is vegetative part of the plant. See, here is a plant. ഇവിടെ ഒരു പ്ലാന്റ് നേരിക്കാൻ പൊരിച്ചെടുത്തു. അതിന്റെ ഫ്ലവർ വന്ന് അത് റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഒരു ചെടിയുടെ ഒരു ആൻജിയോസ്പേം കൺസിഡർ ചെയ്യുമ്പോൾ ആ ആൻജിയോസ്പേമിന്റെ ഈ പൂവെന്ന് പറയുന്ന ഭാഗം, ഫ്ലവർ എന്ന് പറയുന്നത് എന്താടാ? അത് റീപ്രൊഡക്റ്റീവ്, സെക്ഷൽ റീപ്രൊഡക്റ്റീവിന്റെ പാർട്ടാണ് അല്ലേ? റീപ്രൊഡക്റ്റീവ് പാർട്ടാ. ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ. ഏതെല്ലാം ഭാഗമുണ്ട്? സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്, ലീഫ് ഉണ്ട്. ഇതൊക്കെ എന്താ? വെജിറ്റേറ്റീവ് പാർട്ടാ. അതായത് വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് ഒരു ചെടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റീപ്രൊഡക്ഷനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ റോസാ ചെടിയുടെ സ്റ്റെം കട്ട് ചെയ്തുകൊണ്ട്, സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് ചെടി ഉണ്ടാക്കുക. അപ്പൊ ഒരു പാരന്റ് ഉണ്ട് ഇവിടെ, ഞാൻ സ്റ്റെം കട്ട് ചെയ്യാണ്, സ്റ്റെമ്മാണ് ഞാൻ മണ്ണിലിടുന്നത്. സോ അവിടെ സ്റ്റെമ്മിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നു. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഐ യൂസ്ഡ് വെജിറ്റേറ്റീവ് പാർട്ട്. ബ്രയോഫൈലത്തിന്റെ കേസിൽ ഐ എം യൂസിങ് ദ ലീഫ്. ആ ലീഫിന്റെ സൈഡിൽ നിന്ന് ബഡ് വരികയാണ്. സോ ഐ എം യൂസിങ് എ ലീഫ് ഫോർ പ്രൊഡ്യൂസിങ് ന്യൂ ഓഫ്സ്പ്രിംഗ്. സോ ലീഫ് ഈസ് വെജിറ്റേറ്റീവ് പാർട്ട്. So if you are making use of vegetative part of the plant, such kind of asexual reproduction is called the vegetative propagation. മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. വെരി ഗുഡ്. സ്പെസിഫിക് ടു പ്ലാന്റ്സ്, ബിക്കോസ് പ്ലാന്റ് പാർട്ടാണ് നമ്മൾ നോക്കുക. വെജിറ്റേറ്റീവ് പാർട്ടിലേക്ക് സ്റ്റെം, റൂട്ട്, ലീഫ് ഈസ് യൂസ്ഡ്. സ്റ്റെം എന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ്. ദെൻ ലീഫ് ബ്രയോഫൈലം ഇലമുളച്ചിയാണ്. പിന്നെ റൂട്ട് ഗ്രാസ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെടി ഉണ്ടാക്കിയെടുക്കാം. ക്യാരറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ പോളിനേഷനോ ഫെർട്ടിലൈസേഷനോ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. റെഡിയല്ലേ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ടിഷ്യൂ കൾച്ചർ പഠിക്കണം. ഇത് എളുപ്പമാണ്. ടിഷ്യൂ കൾച്ചർ അത്രേ ഉള്ളൂ. ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്തു?
ശ്രദ്ധിച്ചിരിക്കണത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സമയമില്ല നമുക്ക്. എന്നാലും ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടെല്ലാം പോകുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. എന്നാലും ശ്രദ്ധിച്ചിരിക്കണേ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ കേസിൽ എന്താ ചെയ്യുന്നത്, എന്താ പ്രശ്നം, അല്ല എന്താ സംഭവം? ന്യൂ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഫ്രം സെൽ ഓർ ടിഷ്യൂ ഓഫ് ദ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ സെല്ല് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെല്ല്, ടിഷ്യൂസ് നമ്മൾ എടുക്കുന്നു. ആ ടിഷ്യൂസിനെ ഒരു ന്യൂട്രിയന്റ് മീഡിയത്തിലിട്ട് വളർത്തി ഡിഫറൻസിയേഷൻ നടത്തി പുതിയ ചെടി ഉണ്ടാക്കുന്നു. അങ്ങനെ ചില സെല്ലുകൾക്ക് അങ്ങനെയുള്ള ഒരു കഴിവുണ്ട്. അതായത് എബിലിറ്റി ഓഫ് എ സെല്ല് ടു ബിക്കം എ കംപ്ലീറ്റ് ഓർഗാനിസം. ലിസൺ കെയർഫുള്ളി. എബിലിറ്റി ഓഫ് എ സെല്ല് ടു ബിക്കം കംപ്ലീറ്റ് ഓർഗാനിസം and the ability is referred to as totipotency. What is that? Totipotency. What is totipotency? Totipotency is the ability, it's a കഴിവ്, it's the ability of an organism, of a cell. It's the ability of the cell to become complete organism. സാർ ഞാൻ ലേറ്റ് ആയോ? ലൈറ്റ് ഒന്നും ആയിട്ടില്ല, ഒരു 25 മിനിറ്റ് ആയിട്ടു. പേടിക്കണ്ട, യൂട്യൂബിലാണ്, അതുകൊണ്ട് പേടിക്കേ വേണ്ട. ഇത് തുടർന്ന് കണ്ടുപോവുക, ബാക്കിയുള്ളത് പിന്നെ കാണാൻ പറ്റും. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ടോട്ടിപൊട്ടൻസി ഈസ് എബിലിറ്റി ഓഫ് എ സെൽ ടു ബിക്കം എ കംപ്ലീറ്റ് ഓർഗാനിസം. സോ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ടിഷ്യൂ സാമ്പിൾ എടുത്തു പാരന്റ് പ്ലാന്റ് ആൻഡ് വി കൾച്ചേർഡ് ഇറ്റ് ഇൻ ദ ഗ്രോത്ത് മീഡിയം ഓർ ന്യൂട്രിയന്റ് മീഡിയം. വളർത്തുകയാണ്. ഓക്കെ, സാമ്പിൾ ഡെവലപ്പ് ഇൻ ടു ടൈനി, കുട്ടി പ്ലാന്റ് ആയിട്ട് മാറും. ഡിഫറൻസിയേഷൻ ഒക്കെ സംഭവിച്ചിട്ട് കുട്ടി പ്ലാന്റ് ആവും. ആൻഡ് ഈച്ച് കുട്ടി പ്ലാന്റ് ഈസ് ഗ്രോൺ ഇൻ സെപ്പറേറ്റ് വെസൽ ഓർ സെപ്പറേറ്റ് ലാൻഡ്. അങ്ങനെ ഓരോ പ്ലാന്റ്ലെറ്റ് ഉണ്ടാക്കി എടുത്തു. ദിസ് ഇസ് ടിഷ്യൂ കൾച്ചർ. വേർഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ടിഷ്യൂ കൾച്ചർ. ടോട്ടിപൊട്ടൻസി പുതിയ ടേം അല്ലേ, എന്നാലും മനസ്സിലേക്ക് ഓർത്ത് വെക്കാം. യു ലേൺ ഇൻ യുവർ 11th സ്റ്റാൻഡേർഡ്. സോ ഇതൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ പഠിക്കുന്ന സാധനങ്ങളെല്ലാം അത് ഓർത്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിലും ഓർത്ത് വെക്കാം, കണക്ട് ചെയ്ത് പഠിക്കുക. സോ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ പഠിക്കണം. എസ്പെഷ്യലി എന്റെ മക്കളോട് പറയേണ്ട കാര്യമാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് പഠിക്കരുത്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കണം, അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനും ശ്രദ്ധിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്റെ വേർഡ്സ് നിങ്ങൾ നോക്കിക്കോളൂ, എന്തായാലും നമുക്കത് ഉപകാരമേ ഉണ്ടാവുള്ളൂ. Okay, ready. Moving on to the next question. Here is a question. The feature of reproduction that is common to amoeba, Spirochera, yeast. Amoeba keda binary fission. Spirochera fragmentation. Yeast budding ആണ്. Then the answer is okay. They all reproduce asexual. ഇതൊക്കെ asexual reproduction method ആണ്. Ready അല്ലേ? Asexual reproduction method അല്ലേ? Yes. അപ്പൊ എന്താ വരിക? A ആണ് വരിക. Next question. Ability of a cell to divide into several cells during reproduction. In plasmodium. പ്ലാസ്മോഡിയത്തിലെ റീപ്രൊഡക്ഷൻ ഏതാ? പ്ലാസ്മോഡിയം. ഇത് മലേറിയൽ പാരസൈറ്റ് അല്ലേ? മലേറിയൽ പാരസൈറ്റ് ആയ പ്ലാസ്മോഡിയത്തിന്റെ റീപ്രൊഡക്ഷൻ ഏതാ? മൾട്ടിപ്പിൾ ഫിഷൻ അല്ലേ? മൾട്ടിപ്പിൾ ഫിഷൻ. ഓപ്ഷൻ ഡി മൾട്ടിപ്പിൾ ഫിഷൻ. ഇത് ചോദിക്കാറുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ പഠിക്കുക. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന മലേറിയൽ പാരസൈറ്റ് ആണ്. അമൂപ്പരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫിഷൻ ആണ്. ഇറ്റ്സ് മൾട്ടിപ്പിൾ ഫിഷൻ. റെഡി. വാട്ട് ഈസ് എ ജീൻ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ജിന്നല്ല, ജീനാണ്. മക്കളെ, നമ്മുടെ ഓരോ ബോഡി ഫീച്ചർ ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ഓരോ ബോഡി ഫീച്ചറും കൺട്രോൾ ചെയ്യുന്നത് ഓരോ ജീനുകളാണ്. ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്കിയാൽ ഫോർ എക്സാമ്പിൾ, എന്റെ മുടി എങ്ങനെ ഇരിക്കണം, എന്റെ കണ്ണിന്റെ ഐറിസിന്റെ കളർ എങ്ങനെ ഉണ്ടാവണം, എന്റെ ചെവിയുടെ ലോബ്, ഇയർ ലോബ് എങ്ങനെ ആവണം, എന്റെ ബോഡിയിലെ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഈസ് കൺട്രോൾഡ് ബൈ ഡിഫറെന്റ് ജീന്. മക്കളെ, നമ്മുടെ ബോഡിയിലെ ബോഡി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ബോഡി ക്യാരക്ടറിസ്റ്റിക് ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ബോഡിയിലെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം. ജീനുകളാണ്, ജീൻസ് ആണ്. ഓക്കെ, 10,000 മുകളിൽ ജീനുകൾ ഉണ്ടടാ. ഈ ജീനുകൾ, ഓരോ ജീനുകളാണ് ഓരോ ക്യാരക്ടറും കൺട്രോൾ ചെയ്യാം. എങ്ങനെ കൺട്രോൾ ചെയ്യും? ഈ ബോഡി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ചില പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. യെസ്, സ്റ്റഡി ലൈക്ക് പ്രോ. ഇറ്റ്സ് എ മൾട്ടി സെല്ലർ. കറക്റ്റ്. മക്കളെ നോക്കുക, ജീനുകള്
ചില പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ബോഡി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കണം എന്റെ പൊന്നു മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ ഓക്കെ, റെഡിയല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഈ ജീനുകൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം DNA-യിലാണ്. എവിടെയുണ്ട്? DNA-യിലാണ് കാണുന്നത്. ഓക്കെ, സാമ്പിൾ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ, പേടിക്കേണ്ട. നമ്മൾ വരുന്ന ലൈവ് സെഷനിൽ സാമ്പിൾ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യും, ബേജാറാക്കേ വേണ്ട. നോക്ക DNA-യിലാണുള്ളത്. DNA എവിടെയാണുള്ളത്? DNA ക്രോമോസോമിലാണുള്ളത്. DNA എവിടെയുണ്ടാ? ക്രോമോസോം നമ്മുടെ ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്തുകൊണ്ടാണ് ക്രോമോസോം ആകുന്നത്. ഈ ക്രോമോസോം ഒക്കെ എവിടെയാ കാണാ? ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസ് എവിടെയുള്ളത്? സെല്ലിനകത്താ. സോ ബേസിക്കലി നമ്മുടെ ബോഡി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീന് ഇറ്റ്സ് ആക്ച്വലി പ്രസന്റ് ഇൻ ദി DNA ഓഫ് ദി ക്രോമോസോമിലെ DNA ഇല്ല. ക്രോമോസോം എന്ന് പറയുന്നത് എന്താ? ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തുകൊണ്ടാണ് ക്രോമോസോം ഉണ്ടാകുന്നത്. ആൻഡ് ക്രോമോസോം ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയസ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദി സെൽ. റെഡി? ഹാഫ് സ്ലൈഡ് കാണുന്നില്ലേ എന്ന് പറയുന്നു. ഇപ്പൊ റെഡിയാക്കാം. ബേജാറാക്കണ്ട, ഇപ്പൊ സെറ്റാക്കി തരാ. ബേജാറ് വേണ്ട. ഓക്കെ, ഇത് റെഡിയല്ലേ? സ്ലൈഡ് ഇപ്പൊ സെറ്റ് ചെയ്യാ. പറഞ്ഞത് ക്ലിയർ അല്ലേ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? റെഡിയല്ലേ? സെറ്റല്ലേ? നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കണം, അതാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്കുള്ള എനർജിയാണ്, ഊർജമാണെന്ന് നിങ്ങളെ വീണ്ടും ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊരു 100 ലൈക്ക് എത്തിക്കാൻ നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞതുപോലെ നമുക്കൊരു മിമിക്രി ഒക്കെ ചെയ്യാം. റെഡി? അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കണേ. ഫാളൻ ലീവ്സ് ഓഫ് ബ്രയോഫൈലം ഓൺ ദ ഗ്രൗണ്ട് പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ് വേറസ്. അതായത് റോസാ ചെടിയുടെ ഇല അല്ലെങ്കിൽ ഇലയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നില്ല. എന്നാൽ ബ്രയോഫൈലത്തിന്റെ ഇലയിൽ നിന്ന് ചെടികൾ ഉണ്ടാവുന്നുണ്ട്. ബഡ് ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് റോസാ ചെടിയുടെ ഇലയിൽ നിന്ന് എന്തുണ്ടാവുന്നില്ല? റോസാ ചെടിയുടെ ഇലയിൽ നിന്ന് നമുക്ക് പുതിയ ചെടിയെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്താണ് അതിന്റെ റീസൺ? നമുക്കൊരു പുതിയ ചെടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബഡ് വേണം. ഇപ്പൊ ബ്രയോഫൈലത്തിന്റെ കേസിൽ ഈ ലീഫിന്റെ മാർജിൻസിൽ ബഡുണ്ട്. ആ ബഡിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നത്. എന്നാൽ ഇതേ സംഭവം നമുക്ക് റോസാപ്പൂവിന്റെ അല്ലെങ്കിൽ റോസാ ചെടിയുടെ ഇലയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മാർജിൻസിൽ നമുക്ക് എന്ത് കാണില്ല? ബഡ് കാണില്ല. അങ്ങനെയാണെങ്കിൽ റോസാ ചെടിയെ നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം? സ്റ്റെമ്മ് കട്ടിങ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്യേണ്ടി വരും. കാരണം സ്റ്റെമ്മിലെ ഇന്റർനോഡൽ റീജിയൻ ഉണ്ട്. ആ നോഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? റൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെഡി, സെറ്റാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബീന്റെ കേസാണ്, ശ്രദ്ധിച്ചിരിക്കണം. 2 parents ആർ ഇൻവോൾവ് എന്ന് പറയും. നമുക്ക് ആ കഥയെല്ലാം അറിയാം. 2 parents വേണം. അവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിൽ പാരന്റ്, ഫീമെയിൽ പാരന്റ്, 2 parents ആർ ഇൻവോൾവ്ഡ്. ആൻഡ് വി നോ ദാറ്റ് 46 നമ്പർ ഓഫ് ക്രോമോസോം ആണ് ഹ്യൂമൻ ബീൻസിനുള്ളത്. അപ്പൊ ഇവർ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടിക്കും എത്ര തന്നെ വേണം? 46 നമ്പർ ഓഫ് ക്രോമോസോമിന് വേണം അല്ലേ? ബിക്കോസ് ഹ്യൂമൻ ബീന്റെ ക്രോമോസോം നമ്പർ 46 ആ. ശരിക്കും ശ്രദ്ധിക്കണം. മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പേം ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മെയിൽ ജേം സെൽ സ്പേം ആണെന്ന് അറിയാലോ. ഫീമെയിൽ ജേം സെൽ ഏതാ? ഓവമാണ്. ഒന്ന് കമന്റ് ചെയ്ത സ്പേമിലും ഓവത്തിലും എത്ര ക്രോമോസോം നമ്പർ ഉണ്ടാവും? ഒന്ന് കമന്റ് ചെയ്യണേ. ജേം സെല്ലിൽ എത്ര ക്രോമോസോം നമ്പർ ഉണ്ടാവും? ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. പറയൂ, എത്ര ക്രോമോസോം നമ്പർ ഉണ്ടാവും? ശ്രദ്ധിച്ചിരിക്കണേ, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾ സംസാരിക്കല്ലേ, അതിന്റെ ഇടയിൽ എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാം കേട്ടോ. ഈ ഒരു മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. 23 ആണ്. 23 ആണ്. ഓക്കെ, 23 വരുള്ളൂ. കാരണം അവിടെ മിയോസിസ് ആണ് നടക്കുക.
മിയോട്ടിക് ഡിവിഷനില് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമോസോം. അവിടെ പാരന്റ് സെല്ലിൽ നിന്ന് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമോസോമേ വരുള്ളൂ. 46 23 വരും. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് സ്പേം ആൻഡ് ഓവം. സ്പേമിൽ 23, ഓവത്തിൽ 23. ഇത് രണ്ട് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുമ്പോൾ സൈഗോട്ടിലും എത്ര ഉണ്ടാവും? 46. ഇവിടുത്തെ 23യും ഇവിടുത്തെ 23യും, അങ്ങനെ 46 ഉണ്ടാവും. ഓക്കെ, റെഡി? ഓക്കെ, ശ്രദ്ധിക്കണേ. ആദ്യം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവർ നോക്കുമ്പോ ദിസ് ഈസ് എ ഫ്ലവർ. ഓക്കെ, ഫ്ലവറിലെ എസെൻഷ്യൽ വോൾസ് ഏതെല്ലാമാണ്? ഫ്ലവറിലെ എസെൻഷ്യൽ വോൾസ് 4 ഉണ്ട്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് സെപ്പൽ. ശ്രദ്ധിക്കുക, ഈ താഴെ കാണുന്ന പച്ച ഉണ്ടല്ലോ, ചെമ്പരത്തി പോയിൽ എടുത്ത് നമ്മൾ ആ പച്ച സാധനം വിരിക്കൂലേ, ആ മൊത്തത്തില് നമ്മൾ അതിനെ കാലിക്സ് എന്ന് പറയും. അതിൽ ഓരോ സാധനം ഉണ്ടല്ലോ, ഓരോ ഇതള്, അതിന് സെപ്പൽ എന്നാ പറയാ. പിന്നെ ചെമ്പരത്തിയുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതിനെ കൊറോള എന്നാ പറയാ. അതിൽ ഓരോ യൂണിറ്റിനെയും പെറ്റൽ എന്ന് പറയും. എന്ത് പറയും? പെറ്റൽ. പിന്നെ നമുക്ക് ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും ഉണ്ട്. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതാണ് സ്റ്റേമൻ. അതിൽ ഓരോന്നിനും സ്റ്റേമൻ എന്ന് വിളിക്കും. സ്റ്റേമന്റെ ഭാഗങ്ങൾ പഠിക്കണം. ഇതാണ് സ്റ്റേമന്. നോക്കാം, ദിസ് ഈസ് ഫിലമെന്റ്. ഇതിനെന്താ പറയാ? ഫിലമെന്റ് എന്നാ പറയാ. ഫിലമെന്റ്. അതിന്റെ അറ്റത്ത് എന്തുണ്ട്? ആന്തർ. അറ്റത്തെന്താ? ആന്തർ. ഫിലമെന്റ് ആൻഡ് ആന്തർ. മക്കളെ നോക്കാം, ഫിലമെന്റും ആന്തർ. ദിസ് ഈസ് ഫിലമെന്റ്, അറ്റത്ത് ഈസ് ആന്തർ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേമൻ. ഫിലമെന്റും ഉണ്ട്, ആന്തറും ഉണ്ട്. അപ്പൊ ആന്തറിനകത്താണ് എന്തുള്ളത്? പോളൻ സാക്ക്. പോളൻ സാക്ക് ഉണ്ട്. ആന്തറിനകത്ത് പോളൻ സാക്ക് ഉണ്ട്. പോളൻ സാക്ക് എന്താ പ്രൊഡ്യൂസ് ചെയ്യാ? പോളൻ ഗ്രെയിൻ. എന്താ പ്രൊഡ്യൂസ് ചെയ്യാം? പോളൻ ഗ്രെയിൻ. അതിനകത്താ മെയിൽ ഗാമീറ്റ് ഉള്ളത്. പോളൻ ഗ്രെയിനകത്താ മെയിൽ ഗാമീറ്റ്. ഓക്കെ, ഇനി ഫീമെയിൽ പാർട്ടാണ് ഗൈനീഷ്യം. അതിന് പിസ്റ്റിലാണ് കേട്ടോ. പിസ്റ്റിൽ. അതിലൊക്കെ എന്തൊക്കെയുണ്ട് ഭാഗങ്ങള്? ഇതാ സ്റ്റിഗ്മ, ദെൻ സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിക്കകത്ത് ഒവ്യൂൾ ഉണ്ട്. ഓക്കെ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിക്കകത്ത് ഒവ്യൂൾ ഉണ്ട്. ശ്രദ്ധിക്കണം. വേറെ ഡിസ്കഷൻ ഒന്നും വേണ്ട, ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഫ്ലവർ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം. നമുക്ക് ഫ്ലവർ 2 ടൈപ്പ് ഉണ്ട്. ബൈസെക്ഷൽ. സി, ഈ ബയോളജി വളരെ എളുപ്പമായുള്ള മറ്റൊരു കാര്യമാണ്, വേർഡ് നോക്കി അതിന്റെ അർത്ഥം കിട്ടും. ബൈസെക്ഷൽ എന്ന് വെച്ചാൽ എന്താ? ബൈ എന്ന് വെച്ചാൽ 2, സെക്ഷൻസ് 2 സെക്സ് ഉണ്ട്. അതായത് ഒരു ഫ്ലവറില് പിസ്റ്റിലും അതോടൊപ്പം തന്നെ സ്റ്റേമനും ഉണ്ട്. പിസ്റ്റിൽ വെച്ചാൽ ഫീമെയിൽ പാർട്ടാണ്, സ്റ്റേമൻ മെയിൽ പാർട്ടാണ്. 2 ഉണ്ടെങ്കിൽ ബൈസെക്ഷൽ. 1 മാത്രമേ ഉള്ളൂ എങ്കിൽ യൂണിസെക്ഷലാ. മനസ്സിലായോ? നമ്മൾ പപ്പായയുടെ കേസൊക്കെ യൂണിസെക്ഷലാ. റെഡി അല്ലേ? ചെമ്പരത്തി ബൈസെക്ഷലാ. ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ പോളിനേഷൻ എന്ന് വെച്ചാൽ ഫ്യൂഷൻ ആണ്. ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം അത് ഓൾറെഡി. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ നമ്മുടെ ഹ്യൂമൻ ബീയിന്റെ കേസിൽ ഇറ്റ് ഈസ് ഫലോപ്പിയൻ ട്യൂബ്. ഓക്കെ, റെഡി. ശ്രദ്ധിക്കുക, ഫെർട്ടിലൈസേഷൻ സംഭവിക്കണം. പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഫ്യൂസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് കൂടി പഠിച്ചു വെക്കണം. അതായത് ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് ഈസ് ഫോംഡ് ടു എംബ്രിയോ, ഓവ്യൂൾ ഈസ് ഫോമിംഗ് ടു സീഡ്, ഓവറി ടു ഫ്രൂട്ട്. ഓക്കെ, ഓവറി ഫ്രൂട്ട് ആവും, ഓവ്യൂള് സീഡ് ആവും. ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, റെഡി. ഇത്രയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് കാർപ്പൽ? റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് വേരിയസ് പാർട്ട്. സോ കാർപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് കാർപ്പൽ വിച്ച് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദ ഫ്ലവർ. ഒരു ഫ്ലവറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നതിനാ? കാർപ്പൽ എന്ന് പറയും. അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാ? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. അതിനകത്ത് ഓവ്യൂളും ഉണ്ട്. സ്റ്റിഗ്മ എന്താ ചെയ്യുക? റിസീവ്. ഇവിടെ ഉണ്ട്. റിസീവ് പോളൻ ഗ്രെയിൻ. ഓക്കെ, റിസീവ് ചെയ്യും പോളൻ ഗ്രെയിൻ. പൂമ്പൊടിയെ റിസീവ് ചെയ്യുന്ന ഭാഗം സ്റ്റിഗ്മ. ദെൻ സ്റ്റൈൽ, പോളൻ ഗ്രെയിൻ ട്യൂബ് ഉണ്ടാവും, പോളൻ ട്യൂബ്. ആ പോളൻ ട്യൂബ് വളർന്നു പോകുന്ന വഴിയാണ് സ്റ്റൈല്. ആൻഡ് ലാസ്റ്റ് ഓവറി. അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അവിടെയാണ് ഒവ്യൂൾ ഉള്ളത്. അവിടെയാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ഉള്ളത്. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. ദാറ്റ് ഈസ് ഓവറി. ഓവറിയാണ് പിന്നീട് എന്തായി മാറുന്നത്? ഫ്രൂട്ടായി മാറുന്നത്. റെഡി ആവണേ. നോ ഇൻ പ്ലാന്റ്. ഫെർട്ടിലൈസേഷൻ എംബ്രിയോ സാക്കിലാണ് നടക്കുക കേട്ടോ. ഹംദൻ, എംബ്രിയോ സാക്ക്. ഓവറിക്കകത്തുള്ള എംബ്രിയോ സാക്ക്. ഓക്കെ, ഇവിടെ നോക്കുക. നെയിം ദ പാർട്സ് ABC. എ എന്താടാ? എ എന്ന് പറയുന്നത് ആന്തർ ആണെന്ന് നമുക്കറിയാം. ബി അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കട്ടെ, ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇതേത് ഭാഗ? ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ സ്റ്റിഗ്മ കഴിഞ്ഞാൽ വരുന്ന ഭാഗം സ്റ്റൈല്. സി ഓവറി. സി എന്ന് പറയുന്നത്
ovary. Correct അല്ലേ? A anther, B style, C ovary. Okay? അതിന്റെ ഫംഗ്ഷൻ ചോദിക്കുന്നുണ്ട്. ആന്തർ എന്താ ചെയ്യുക? പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റൈൽ എന്താ ചെയ്യുക? പോളൻ ട്യൂബിനെ കൊണ്ടുവരാനുള്ള വഴിയാണ് അല്ലെ? Provide path through which pollen tube grow and reach ovary. Ovary function എന്താ? Ovary consists of ovule and each ovule has egg cell. Female gamete ഉണ്ട്. അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. റെഡി കാണുന്നില്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? ഇപ്പൊ കാണാലോ? ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കാം. ഫീമെയിൽ റീപ്രൊഡക്ഷൻ, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നോക്കുമ്പോൾ ദിസ് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ദിസ് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗം ഇതാണ്. ദിസ് ഈസ് ഓവറി. ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ഓവറി. ഇതിനെ ഓവറി എന്ന് വിളിക്കും അല്ലേടാ? വാട്ട് ഈസ് സ്റ്റേമൻ എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റേമൻ ഈസ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാല് ഒരു ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാ. കളക്റ്റീവ്ലി നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയും. അതിൽ ഓരോ യൂണിറ്റിനെയുമാണ് സ്റ്റേമൻ എന്ന് പറയാ. സ്റ്റേമൻ. റെഡി? സെറ്റല്ലേ? Okay, this is female reproductive structure where you can see this thing. This is ovary and also അപ്പുറത്തും ഉണ്ട് ovary. Okay, ovary ഉണ്ട്. Okay, primary sex organ ആണ് ovary. Primary sex organ in female is ovary, and ovary produces ovum. Ovary produce what? Ovary produce ovum. ഒരു തവണ പറഞ്ഞാൽ മതിയേ. Ovum is also called as egg. And this egg is actually non-motile. Non-motile എന്ന് പറഞ്ഞാൽ എന്താടാ? അതിന് മൂവ് ചെയ്യാൻ പറ്റൂല. സോ അതിനെ കളക്ട് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. ഫിംബ്രിയ എന്നാ പറയാ. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഓർത്തു വെക്കണ്ട. ഫിംബ്രിയ കളക്ട് ദി ഓവം ഫ്രം ദി ഓവറി. ഓവറി പ്രൊഡ്യൂസ് ചെയ്ത ഓവത്തെ ഇങ്ങനെ എടുത്തു മാറ്റും. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൊണ്ടുപോകും. ഇതേത് ട്യൂബാ? ദിസ് ട്യൂബ് ഈസ് കോൾഡ് ഫലോപ്പിയൻ ട്യൂബ്. രണ്ട് സൈഡിലും ഉണ്ട് അല്ലെ? പശുവുമ്പോ കുത്താൻ പറ്റുന്ന പോലെ ഉണ്ടല്ലേ? അപ്പൊ രണ്ട് സൈഡിലും ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ഫലോപ്പിയൻ ട്യൂബ്. അനദർ നെയിം ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ഈസ് ഓവിഡക്റ്റ്. റെഡി? ഇത് കുഞ്ഞി വളരുന്ന സ്ഥലം. ഏരിയ വേർ ബേബി ഗ്രോ. യൂട്രസ് ആണ്. ഓക്കെ, യൂട്രസിലാണ് കുഞ്ഞ് വളരുന്ന സ്ഥലം. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? ആൻഡ് യു കൻ സി സെർവിക്സ്. സെർവിക്സ് ഇസ് നെക്ക് ഓഫ് യൂട്രസ് ആണ് സെർവിക്സ്. Then we have got a vagina. Vagina എന്ന് പറയുന്ന ഈ ഭാഗമാണ്. സ്പേം റിലീസ് ചെയ്യുന്ന ഭാഗമാണ് വജൈന. ഓക്കെ, റെഡി സെറ്റ്. ഓക്കെ, ഇനി ദിസ് ഈസ് ovum which is female gamete, and you should know it is like it's not moving. It is non-motile. And here is a question for you. Identify the given diagram. Label 1 to 5. പെട്ടെന്ന് പറഞ്ഞേ. 1 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ 1 എന്ന് പറയുന്നത് ഈ ട്യൂബാ. It's called fallopian tube or oviduct. 2 is the structure that is ovary. 3 is the area where baby is growing, that is uterus. 4 is neck of uterus, that is cervix. And 5 is the area where semen is released by the male. Okay, this is vagina or vagina enna paraya. Okay, vagina iludeയാണ് സ്പേം റിലീസ് ചെയ്യുക. അതേ വജൈനയിലൂടെ തന്നെയാണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത്. റെഡി? എന്താ? വാട്ട് ഈസ് കോൺട്രാസെപ്ഷൻ? കോൺട്രാസെപ്ഷൻ എന്ന് വെച്ചാല് സീൻ കോൺട്രാ, ഗർഭനിരോധനമാണ്. ഗർഭനിരോധന മാർഗം. ഓക്കെ, ഗർഭനിരോധനം. കോൺട്രാസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഗർഭം നിരോധനം. അവോയ്ഡിങ് പ്രഗ്നൻസി. മെത്തേഡ് ടു അവോയ്ഡ് പ്രഗ്നൻസി. ഓക്കെ, നെക്സ്റ്റ് 3 അഡ്വാൻറ്റേജ് ഓഫ് അഡോപ്റ്റിംഗ് കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ്. എന്തിനൊക്കെയാണ് കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ്? കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഉണ്ടല്ലോ, കോണ്ടം പോലത്തെ സാധനങ്ങൾ. അപ്പൊ അതെന്തിനാ ഉപയോഗിക്കുക? കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് എന്താ? പ്രോപ്പർ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 പ്രഗ്നൻസി. 2 പ്രഗ്നൻസികൾക്കിടയിൽ ഗ്യാപ്പ് വേണം അല്ലെ? അടുപ്പിച്ച് പ്രസവിച്ചാല് അമ്മക്കൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഗ്യാപ്പ് കൊടുക്കണം. പിന്നെന്താ? അവോയ്ഡിങ് അൺവാണ്ടഡ് പ്രഗ്നൻസി. കൃത്യമായ ഫാമിലി പ്ലാനിങ് ഇല്ലാതെയുള്ള പ്രഗ്നൻസികൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രഗ്നൻസികളൊക്കെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കേണ്ടി വരും. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഇന്ത്യയിലെ മുകളിലെത്തിയില്ലേ? 1ാം സ്ഥാനത്തേക്ക് എത്തിയില്ലേ? DNA കോപ്പിങ് ഉണ്ടെങ്കിൽ മാത്രമേ വേരിയേഷൻ ഉണ്ടാവുള്ളൂ. DNA കോപ്പി ചെയ്യുമ്പോൾ വേരിയേഷൻ വരും. വേരിയേഷൻ ഉണ്ടെങ്കിൽ എവല്യൂഷൻ, പരിണാമത്തിന് അത് വളരെ സഹായകരമാവും. ബിക്കോസ് നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്നും ഇതുപോലെ ഉണ്ടാവില്ല.
keeps on changing, it's keep on altering. സോ നമ്മുടെ ചുറ്റുമുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇവോൾവ് ചെയ്യണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതിന് ഈ കോപ്പി നടക്കണം. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ശ്രദ്ധിക്കണേ. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ നേരത്തെ ഫീമെയിൽ പറഞ്ഞതുപോലെ മെയിലിൽ 2 പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദിസ് ഈസ് കോൾഡ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി, ഇൻസൈഡ് സ്ക്രോട്ടം. സ്ക്രോട്ടം ബോഡിക്ക് പുറത്താണ്, ഓവറി ബോഡിക്ക് അകത്താണ്. എന്നാൽ ടെസ്റ്റിസ് എവിടെയാണ്? ബോഡിക്ക് പുറത്താണ്. അത് ഒരു സഞ്ചിയിലുള്ളിലാണ്. ഓക്കെ, ഇൻസൈഡ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ഒരു സഞ്ചിയിലകത്താണ്. And that sac-like structure is called the scrotum. സാർ പ്രഗ്നൻസി അല്ല, പ്രഗ്നൻസി. ഞാൻ പറയുന്ന ടോണടാ, സ്പെല്ലിംഗ് കറക്റ്റാക്കി എഴുതിയാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കണേ. സ്ക്രീൻ കാണുന്നില്ലടേ ഇപ്പോ? സ്ക്രീൻ കാണാതെ പ്രശ്നമില്ലല്ലോ? ഒന്ന് കമന്റ് ചെയ്തേ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഞാൻ നോക്കട്ടെ. സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ ഓക്കെ, ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് പഠിക്കാനുള്ളത്. സെറ്റല്ലേ? കമന്റ് ചെയ്തടാ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സ്ലൈഡ് ക്ലിയർ അല്ല? അപ്പോമിക്സിസ് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ നമ്മൾ സീഡ് ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നോളജിയാണ്. നമ്മളെ പാർത്തനോകാർപ്പി ഉണ്ടല്ലോ, സീഡ്ലെസ് വെറൈറ്റി ഉണ്ടാകുന്നത്, അതുപോലത്തെ ഒരു ടെക്നിക്കാണ്. റെഡി? ഇവിടെ നോക്കടാ, ഇവിടെ നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഏതാ? ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി, ഇൻസൈഡ് സ്ക്രോട്ടൽ സാക്ക്, ജസ്റ്റ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ സൂട്ടബിൾ ഫോർ സ്പേം പ്രൊഡക്ഷൻ. ടെസ്റ്റിസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഈസ് 2 to 3 degrees Celsius ലെസ് ദാൻ ബോഡി ടെമ്പറേച്ചർ. 2 to 3 degrees Celsius ലെസ് ദാൻ നോർമൽ ബോഡി ടെമ്പറേച്ചർ. നോർമൽ ബോഡി ടെമ്പറേച്ചർ ഈസ് 37 degrees Celsius. ഈ 37 degrees Celsius നിന്ന് 2 to 3 degrees Celsius കുറവ് ടെമ്പറേച്ചറിലാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പൊ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് അവിടെ നമുക്ക് ആ ഒരു സ്ക്രോട്ടം ഉള്ളത്. അങ്ങനെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ട്യൂബാണ്, വാസ് ഡിഫറൻസ്, ഓർ ഇറ്റ് ഈസ് കോൾഡ് സ്പേം ഡക്ട്. വാസ് ഡിഫറൻസ് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഇവിടെ നമ്മുടെ യുറീത്രയിലൂടെ പുറത്തേക്ക് പോകും. ആ യുറീത്ര ഈസ് എൻക്ലോസ്ഡ് ഇൻ പെനിസ്, സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ കോൾഡ് പെനിസ്. അതിന് യുറീത്രയുടെ പ്രത്യേകത എന്താ? ഈ യുറീത്രയിലൂടെ തന്നെയാണ് സ്പേമും അതുപോലെ തന്നെ യൂറിനും കടന്നു പോകുന്നത്. അതാണ് പ്രത്യേകത കേട്ടോ. സ്പേമും യൂറിനും കടന്നു പോകുന്നത് ഈ കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങിലൂടെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേറെയും കുറെ ഗ്ലാൻഡുകൾ ഉണ്ട്. കൗപ്പേഴ്സ് ഗ്ലാൻഡ്, അതായത് ബൾബോ യുറൈത്രൽ ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്ന ഗ്ലാൻഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സെമിനൽ വെസിക്കിൾ ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, നമ്മളെ ഗ്യാമീറ്റ് സ്പേം ആണ്. സ്പേമിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോക്കണം കേട്ടോ. സ്പേമിന്റെ സ്ട്രക്ചർ നോക്കി വന്നേ സ്പേം നോക്കിയ നല്ല വാൽമാക്രീനെ പോലെ ഉണ്ട് അല്ലെ. സ്പേം 3 റീജിയൻ ഉണ്ട്: ഹെഡ്, മിഡിൽ പീസ്, ടെയില്. അത് ആദ്യം പഠിക്കാം. സ്പേമിനെ 3 ആക്കിയിട്ട് മാറ്റാം. ഏതെല്ലാം? ഹെഡ്, തല, മിഡിൽ പീസ്, നടുക്കഷ്ണം, ടെയില്. ഹെഡിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് ഓർത്ത് നോക്കുക. ഹെഡിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ്, കൺട്രോൾ യൂണിറ്റ് ന്യൂക്ലിയസ് ആടെയുണ്ട്. മിഡിൽ പീസിനുള്ളിൽ മൈറ്റോകോൺട്രിയ. എളുപ്പത്തിൽ പഠിക്കുക. ഹെഡിനകത്ത് ന്യൂക്ലിയസ്, മിഡിൽ പീസിനകത്ത് മൈറ്റോകോൺട്രിയ ഉണ്ട്. ടെയിൽ എന്തിനാ സഹായിക്കാം? സ്പേം മോട്ടയില. അപ്പൊ എന്ത് ചെയ്യും? ബൈ ദ ലാഷിംഗ് മൂവ്മെന്റ് ഓഫ് ടെയിൽ സ്പേം മൂവ് ചെയ്യും. ഓക്കെ, ലാഷിംഗ് മൂവ്മെന്റ് ഓഫ് ടെയിൽ. ഈ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കടാ, ഈ പറഞ്ഞിരിക്കുന്ന സ്പേമിന്റെ ടെയിൽ കൊണ്ടാണ്, അത് അടിച്ചുകൊണ്ടാണ് ഈ സ്പേം മൂവ് ചെയ്യുക. അപ്പൊ ഈ ലാഷിംഗ് മൂവ്മെന്റ് ഓഫ് ടെയിൽ, അതിന് എനർജി വേണം. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എവിടെയുള്ളത്? മിഡിൽ പീസ്. മിഡിൽ പീസിലാണ് മൈറ്റോകോൺട്രിയ ഉള്ളത്. റെഡി? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കടാ. നമ്മുടെ മൊത്തം റീപ്രൊഡക്ഷന്റെ സൈക്കിൾ ആണ് പറയുന്നത്. ഫസ്റ്റ് ഇൻസെമിനേഷൻ, അതായത് ഫീമെയിൽ ബോഡിയിലേക്ക് മെയിൽ സ്പേം സെമൻ റിലീസ് ചെയ്യണം, അതാണ് ഇൻസെമിനേഷൻ. പിന്നെ ഫെർട്ടിലൈസേഷനാ. ഈ മെയിൽ ഗാമീറ്റ് ഫീമെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യണം, ഫെർട്ടിലൈസേഷൻ. അങ്ങനെ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ, ദെൻ ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവായി മാറി. പിന്നീട് എന്ത് ചെയ്യണം? ചൈൽഡ് ബർത്ത്,
കുഞ്ഞിനെ എടുക്കണം, പാർച്ചുറേഷൻ എന്ന് പറയും, കുഞ്ഞിനെ എടുക്കണം. ഓക്കെ, ഇത്രയാണ് സ്റ്റെപ്സ് വരുന്നത്. പിന്നെ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നെങ്കിലാണ് ഇത് സംഭവിക്കുക. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും? മെൻസ്ട്രേഷൻ സംഭവിക്കും. ഓക്കെ, മെൻസ്ട്രേഷൻ ക്ലിയറായേ? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ശ്രദ്ധിക്കടാ, സെക്കൻഡറി സ്പേം മൂവ്മെന്റ് നല്ല അറിയാം. അതെ, നല്ല രീതിയിൽ അറിയാം. ഓക്കെ, റെഡി. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ആണ് ഇനി പഠിക്കാനുള്ളത്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വളരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ കുറെ ചേഞ്ചസ് വരും. നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് ആണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഈസ് മെന്റ് ടു അട്രാക്ട് ഓപ്പോസിറ്റ് സെക്സ്. അതായത് ഒരു മെയിൽ ആണെങ്കിൽ അവർ ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അവരുടെ ബോഡിയിൽ ഉള്ള കോമ്പോ എന്താ പറയാ, ഹെയർ ഗ്രോത്ത്, മീശയും താടിയൊക്കെ ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് മെയിൻലി അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാല് കോഴിയുടെ പൂവും കാര്യങ്ങളെല്ലാം കാണാം. ഇപ്പൊ ആൺസിംഹത്തിന്റെ സട കാണാൻ പറ്റുന്നില്ലേ? സട മീൻസ് ആ ഒരു സാധനം, അത് ഹെയർ ഇല്ലേ, അത് അതൊക്കെ എന്താണ്? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറാ. അവിടെ നോക്കുക, കോമൺ ആയിട്ട് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇല്ല സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ഹെയർ ഗ്രോത്ത്, ആം പിറ്റ്, കക്ഷം, ലിംബ്, കാലിന്റെ പ്യൂബിക് ഏരിയ, പ്രൈവറ്റ് ഏരിയാസിലൊക്കെ എന്തെയും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ഓയിലി സ്കിന്നും പിമ്പിളും, ഇത് നമുക്ക് എപ്പോഴും നേരിടുന്ന പ്രശ്നമാണല്ലേ, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നമാണ്. എന്ത്? ഈ പിമ്പിള്, ഈ മുഖക്കുരു ഉണ്ടാവുക അല്ലെ, ആക്നെ. ഡെവലപ്മെന്റ് ഓഫ് ജെം സെൽസ്, അതായത് നമ്മുടെ സ്പേമും ഓവൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ടെസ്റ്റിസ് കാര്യങ്ങളെല്ലാം, മെയിലാണെങ്കിൽ ടെസ്റ്റിസ് വലുതാവാൻ തുടങ്ങും, ഫീമെയിലാണെങ്കിൽ ഓവറി മെച്യൂരിറ്റി നല്ല ഇതായിട്ട് വരും. ഓക്കെ, ഇനി മെയിലില് മാത്രമാണെങ്കിൽ, ഫീമെയിലിന് മാത്രമാണെങ്കിൽ പ്രശ്നമല്ല. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ മെൻസ്ട്രേഷൻ തുടങ്ങും. സ്റ്റാർട്ടിംഗ് ഓഫ് മെൻസ്ട്രേഷൻ മെനാർക്കി എന്നാ പറയാ. മെനാർക്കി എന്ന് പറയും. ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ ഇൻ യങ് ഫീമെയിൽ ഇസ് റെഫർഡ് ടു as മെനാർക്കി. സ്റ്റോപ്പ് ചെയ്യുന്നത് മെനോപൗസ്, അതായത് ഒരു 45-50 വയസ്സൊക്കെ ആവുമ്പോൾ സ്റ്റോപ്പ് ആവും. ക്രോസ് പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ അറിയില്ലേ? ക്രോസ് പോളിനേഷൻ എന്ന് വെച്ചാൽ എന്താ? സെയിം സ്പീഷീസിലെ ഡിഫറെന്റ് പ്ലാന്റിന്റെ ഇടയിൽ പോളിനേഷൻ നടക്കണം. ഓക്കെ, അത് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ 2 എണ്ണം ഉണ്ട്, അതായത് ഓട്ടോഗമിയും ഗേറ്റ്നോഗമിയും ഉണ്ട്. അത് ഒരു പൂവിൽ നിന്ന് തന്നെ പോളിനേഷൻ സംഭവിക്കുക. അതും അല്ലെങ്കിൽ ഒരു പ്ലാന്റിലെ 2 വ്യത്യസ്ത പൂവുകൾക്കിടയിലും സംഭവിക്കാം. ഓക്കെ, റെഡി. ശ്രദ്ധിക്കടാ. പിന്നെന്താ? ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റ്, മാറിടത്തിന്റെ വളർച്ച. ഓക്കെ, ബ്രസ്റ്റ് എൻലാർജ്മെന്റ്. പിന്നെ ഹൈ പിച്ച്ഡ് വോയിസ്. ഇനി മെയിലിന്റെ കേസിലുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ഹെയർ, ഗ്രോത്ത് ഓഫ് മുസ്താഷ് ആൻഡ് ബിയാർഡ്, ക്രാക്കിംഗ് ഓഫ് വോയിസ്, ശബ്ദത്തിലൊരു മാറ്റലുണ്ടാവും അല്ലെ. പണ്ട് കുഞ്ഞുങ്ങളെ ശബ്ദമാണ്, എന്നാൽ ഇപ്പൊ പിന്നെ പ്രായമാകുന്ന സമയത്ത് കുറച്ച് മെച്യൂരിറ്റിയിലാകുമ്പോൾ ആ ശബ്ദത്തിന് മാറും അല്ലെ, ചിരട്ടയിലെടുത്ത് പാറക്കൽ വരക്കുന്ന പോലെ ആവും. എൻലാർജ്മെന്റ് ഓഫ് ലാരിങ്സ് സൗണ്ട് ബോക്സ് വലുതാവുന്നുണ്ടാവും. ഓക്കെ, പിന്നെ മെൻസ്ട്രൽ സൈക്കിള്, അതായത് എല്ലാ മാസവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തയ്യാറാവും. എന്തിന് തയ്യാറാവും? ഒരു വാവക്കുഞ്ഞിനെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു കുഞ്ഞു വാവ വളരുന്നുള്ള രീതിയിൽ every month the female is preparing their body. Female reproductive system is preparing every day. They are expecting the entry of sperm. So every now and then it is not happening, right? It is not happening. So sperm എത്താത്ത കേസിൽ ഈ പ്രിപ്പറേഷൻ ഒക്കെ വേസ്റ്റാ. എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഈ ഗർഭപാത്രത്തിന്റെ വാൾസില് ഈ യൂട്രസിന്റെ വാൾ നല്ല തിക്കാവും. ബ്ലഡ് വെസൽസ് എല്ലാം കണ്ടൻസ് ചെയ്ത് നല്ല തിക്കായിട്ട് നിൽക്കും. ഈ പുതിയ കുഞ്ഞ് വരണ്ടേ, അതിന് വേണ്ടിയിട്ട്. അതായത് ഒരു കല്യാണം നടക്കുന്നു. അപ്പൊ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് ആ കല്യാണ വീട്ടിൽ ഡെക്കറേഷനിൽ ഉണ്ടാവൂലേ, പന്തല് കെട്ടും, ബൾബെല്ലാം വെക്കും, ഡെക്കറേഷൻ ബൾബെല്ലാം വെക്കും അല്ലെ. പരിപാടി നടക്കാൻ വേണ്ടിട്ട് ചോറും കറിയെല്ലാം ആക്കൂലേ. പെണ്ണ് ഒളിച്ചോടി പോയി എന്ന് വിചാരിക്ക, അപ്പൊ കല്യാണം മുടങ്ങും. അപ്പൊ ഈ ആക്കിയ പ്രിപ്പറേഷനിലെ വേസ്റ്റ് ആയില്ലേ, എല്ലാം കൂടി പൊളിച്ചു മാറ്റും അല്ലെ. ചോറെല്ലാം എടുത്ത് കുഴിച്ചിടും മണ്ണിൽ, അല്ലെങ്കിൽ ഗേടേം കൊടുക്കും. കല്യാണം നടക്കുവോ? ഇല്ലല്ലോ. അതുപോലെ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഫീമെയിൽ ബോഡിയിൽ തയ്യാറെടുപ്പുണ്ടാവും. ആ കുഞ്ഞുങ്ങൾ വരാനുണ്ട്, ഒരു കുഞ്ഞ് വരാനുണ്ട്, ഗ്രോ ചെയ്യാനുള്ള രീതിയിൽ. ഓക്കെ, പക്ഷേ സ്പേം എത്തുന്നില്ല, ഫ്യൂഷൻ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ ഒക്കെ വേസ്റ്റാ. അപ്പൊ ഈ ബ്ലഡ് വെസൽസ്, ഈ യൂട്രൈൻ വാളിലെ ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടിപ്പോവും, ഷെഡ് ചെയ്യും. ആ ബ്ലഡ് വെസലും മ്യൂക്കസും ഒക്കെ കൂടി വജൈനയിലൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ആൻഡ് ദിസ് ഈസ് മെൻസ്ട്രേഷൻ. If fertilization is not occurring,
ഫെർട്ടിലൈസേഷൻ ഇല്ലെങ്കിൽ നോ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ യൂട്രൈൻ ലൈനിങ് ഷെഡ് റിലീസിങ് അലോങ് വിത്ത് അൺഫെർട്ടിലൈസ്ഡ് ഓവം. ദിസ് ഇസ് കോൾഡ് മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷൻ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ലോവർ ബാക്ക് പെയിൻ. ഈ ഒരു പ്രോസസ്സ് മിമിക്രി ഞാൻ പറയാം. ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഇസ് റിയലി ലൈക്ക് ഒരു പവിത്രമായിട്ടൊരു പ്രോസസ്സ് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇതൊരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ആളുകളാണ്, അപ്പൊ നമുക്കറിയാം നമുക്കെന്തറിയാം ഇത് എന്ന് പറയുന്നത് ഏതൊരു ഫീമെയിലും സംഭവിക്കേണ്ട ഒരു പ്രോസസ്സാണ്. നല്ലൊരു പ്രോസസ്സാണ്. ഒരു ഫീമെയില് അമ്മയാവാൻ കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ കേപ്പബിലിറ്റി തരുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. ഇറ്റ്സ് എ ഡിവൈൻ പ്രോസസ് മെൻസ്ട്രേഷൻ. സോ അപ്പോൾ സ്ത്രീകൾ ധാരാളം പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വരും. നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും. അത് പറയുന്നത് ലോവർ ബാക്ക് പെയിൻ ഉണ്ടാവും, ഹെഡേക്ക്, ഫാറ്റിക്, തളർച്ചയുണ്ടാവും. ഒരാൾക്ക് ഡിഫറൻസ് ഉണ്ടാവും. അബ്ഡോമിനൽ പെൽവിക് ക്രാമ്പ്, അത് നമ്മുടെ പെൽവിസ്, നമ്മുടെ ഈ ഒരു അരക്കെട്ടിന്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള പെയിൻ ഒക്കെ വരും. സോ ഇത്രയും പെയിന് ലേഡീസ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ എന്ത് ചെയ്യുന്നുണ്ട്, സഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, റെഡി. നമുക്കിത് അറിയണം കേട്ടോ, നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റേഷൻ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ധരിക്കണം. ജസ്റ്റേഷൻ നടന്ന കുഞ്ഞു വരുമല്ലോ, കുഞ്ഞിനെ ഉൾക്കൊള്ളണം. ജസ്റ്റേഷൻ, ഓക്കെ, പ്രസവ കാലഘട്ടം. പിന്നെ പാർച്വറേഷൻ, ചൈൽഡ് ബർത്ത് ഉണ്ട്. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. ഇനി നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞു. ഇനി റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലാണ് നമുക്ക് STDകൾ പഠിക്കുന്നത്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കൂടിയാണ്. ഓക്കെ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഓരോ ഇൻഡിവിജ്വലിനും എന്തായാലും വേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെ പഠിക്കുന്നതാണ് STDs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സെക്ഷുവൽ ഇന്റർകോഴ്സ് വഴി, അതായത് മെയ്റ്റ് ചെയ്യുന്നത് വഴി പകരുന്ന ചില രോഗങ്ങളാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതിൽ വരുന്നതാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ് പഠിക്കാനുണ്ട്. ഈ ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയൽ ഡിസീസ് ആണ്. ബാക്ടീരിയത്തിന്റെ പേര് ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് ഏതൊക്കെ ഭാഗങ്ങളെയാണ് അഫക്ട് ചെയ്യുന്നത് പഠിക്കാം. യുറിത്ര, മൂത്രം പോകുന്ന വഴിയാണ് യുറിത്ര. റെക്റ്റം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വേസ്റ്റ് ഉണ്ടാവില്ല, വേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ പറഞ്ഞ ഭാഗം. ഇത് റിവിഷൻ ആയതുകൊണ്ടാണ് ഉമർ അബ്ദുള്ള ഒരു ദിവസം കൊണ്ട് തീർക്കണ്ടേ, വേണം. പിന്നെ സെർവിക്സ് ഇൻ ഫീമെയിൽ. സെർവിക്സ് എന്താ, നെക്ക് ഓഫ് യൂട്രസ്, അതിനെയൊക്കെ ബാധിക്കും. ആന്റിബയോട്ടിക് യൂസ് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. പറയാതെ പറയുന്ന ഒരു കഥയുണ്ട്. ആന്റിബയോട്ടിക് ഈസ് യൂസ്ഡ് ഫോർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, നോട്ട് യൂസ്ഡ് അഗൈൻസ്റ്റ് വൈറസ്. ആന്റിബയോട്ടിക് ഈസ് നോട്ട് യൂസ്ഡ് അഗൈൻസ്റ്റ് വൈറസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ഉണ്ട്, വെക്കാം. ഓക്കെ, ദെൻ സിഫിലിസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയും ബ്രെയിനിനെയും നെർവിനെയും ഒക്കെ ബാധിക്കും. എതിരെ എന്ത് കഴിക്കണം, ആന്റിബയോട്ടിക്. ദെൻ എയ്ഡ്സ് ഈസ് എ വൈറൽ ഡിസീസ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. എന്താണ് എയ്ഡ്സ്? നമ്മുടെ ബോഡിയിൽ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. അതിന് കാരണം ഒരു വൈറസ് ആണ്, HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ദിസ് വൈറസ് വിൽ എൻ്റർ അവർ ബോഡി. It will target lymphocyte, and lymphocyte is one of the most important defensive cell in your body. നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസീവ് ഓക്കെ താങ്ക് യു വെരി മച്ച്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസീവ് സെല്ലാണ് ലിംഫോസൈറ്റ്. സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളാണ്, വളരെ പ്രധാനപ്പെട്ട ആളാണ്. സോ HIV വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് വന്നാൽ ആക്ച്വലി ഇറ്റ് ഈസ് ടാർഗറ്റിംഗ് ദിസ് മെയിൻ ലിംഫോസൈറ്റ്. വൺസ് ഇറ്റ് ഈസ്, ഞാൻ ഇംഗ്ലീഷ് പറയാം, മലയാളം പറയാം. ഈ ലിംഫോസൈറ്റിന്റെ അകത്തേക്ക് ഈ വൈറസ് വന്നാൽ ഈ ലിംഫോസൈറ്റിന്റെ ന്യൂക്ലിയസിന്റെ കൺട്രോൾ ഇത് ഏറ്റെടുക്കും. ആ ലിംഫോസൈറ്റിന്റെ ന്യൂക്ലിയസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വൈറസ് പെരുകാൻ തുടങ്ങും. ഒരു സെല്ലിനകത്ത് വൈറസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ സെല്ലിനെ ബാസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ വൈറസ് എന്ത് ചെയ്യും, അഡ്ജസന്റ് ലിംഫോസൈറ്റിലേക്ക് പോകും. വീണ്ടും ഈ പ്രോസസ് അണ്ടർഗോ ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിലെ ലിംഫോസൈറ്റിന്റെ എണ്ണം ഗണ്യമായിട്ട് കുറയും. ആൻഡ് യു ഷുഡ് നോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് സെൽ ഇൻ അവർ ഡിഫൻസ്. അങ്ങനെയുള്ള ഈ ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ ചെറിയ ഇത് മതി, രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. രോഗങ്ങൾ മാറി മാറി വരുന്ന ഒരു കണ്ടീഷനാണ് എന്ത്, എയ്ഡ്സ്. ഇറ്റ്സ് നോട്ട് എ ഡിസീസ്. നമുക്ക് അങ്ങനെ ഡിസീസ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ കണ്ടീഷൻ എന്നാ ശരിക്കും പറയുക. ഓക്കെ, ഇമ്മ്യൂൺ സിസ്റ്റം ബാധിക്കും. ആന്റി റെട്രോ വൈറൽ ട്രീറ്റ്മെന്റ് തെറാപ്പിയാണ് ചെയ്യേണ്ടത്. ഓക്കെ,
റെഡി. നമുക്ക് ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒരു ഏരിയ കൂടി ഉണ്ടെന്ന് തോന്നുന്നു, കോൺട്രാസെപ്റ്റീവ്. ഇത് കൂടി നോക്കണേ. ഗർഭനിരോധന മാർഗങ്ങളാണ്. അവോയ്ഡിങ് അൺവാണ്ടഡ് പ്രഗ്നൻസി. എന്തിനാണ് ഗർഭനിരോധന മാർഗം? എന്തിനാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത്? അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാൻ. അവിടെയാണ് അൺവാണ്ടഡ് എന്ന് പറയുമ്പോൾ പല കേസ് വരും. ഇപ്പൊ റേപ്പ് നടന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ റേപ്പ് നടന്ന സാഹചര്യത്തിൽ അത് അൺവാണ്ടഡ് പ്രഗ്നൻസിയാണ്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അപ്പൊ കല്യാണം കഴിച്ച കപ്പിൾസ് ചിലപ്പോൾ പറയും അല്ലെ, എനിക്ക് പണിയിൽ വർക്കുണ്ട്, സോ കുട്ടികൾ ഇപ്പോഴേ വേണ്ട, 2 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്നൊക്കെ പറയൂല്ലേ ചില സമയത്ത്. സിനിമയിലെല്ലാം കാണലില്ലേ നിങ്ങള്? സീരിയൽ കാണലുണ്ടാ? സീരിയൽ ഒന്നും കാണണ്ട. സിനിമയിലെല്ലാം കാണല്ലേ? ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഫാമിലി പ്ലാനിങ് ഇപ്പോഴേ വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺട്രസെപ്റ്റീവ് യൂസ് ചെയ്യാം. പിന്നെ മെറ്റേണൽ ഹെൽത്ത്, അമ്മയുടെ ആരോഗ്യത്തിന് ഈ കുഞ്ഞ് വയറ്റിലുണ്ടാവുന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യേണ്ടി വരും, ഗർഭം വരരുത് എന്നുള്ള രീതിയിൽ. എന്തൊക്കെ ഉപയോഗിക്കാം? ബർത്ത് കൺട്രോൾ ഗുളികകൾ, പിൽസ് ഉപയോഗിക്കാം. ഓക്കെ, കണ്ടെയ്ൻ കെമിക്കൽ ടു ഇൻഹിബിറ്റ് പ്രഗ്നൻസി. ഓക്കെ, മോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് എന്താ, ഇൻട്രാ യൂട്രൈൻ, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കോപ്പർ ടീ പോലുള്ള സാധനങ്ങൾ. ഓക്കെ, ഒരേ വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബാരിയർ, ചില ബാരിയേഴ്സ് ഉപയോഗിക്കാം. അതിൽ തന്നെ വരുന്നതാണ് നമ്മുടെ കോണ്ടം ഒക്കെ വരുന്നത്. ഓക്കെ, പ്രിവെന്റ് ഗാമേറ്റ് ഫ്രം മീറ്റ്, ഗാമേറ്റ് വരരുത് എന്നുള്ള രീതിയിൽ. അപ്പൊ മെയിൽ ധരിക്കുന്ന കോണ്ടംസ് ഒക്കെ ഉണ്ടല്ലോ. ലാറ്റക്സ് വിത്ത് കവറിംഗ് പെന്നീസ് ഇൻ മെയിൽ, അതാണ് കോണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെന്നീസ് നിന്ന് സ്പേം പുറത്തേക്ക് പോകില്ല. ഓക്കെ, പിന്നെ ഫീമെയിൽ ബോഡിയിൽ വെക്കുന്ന കോണ്ടംസും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ സർജറിയിലൂടെ ചെയ്യാൻ പറ്റും. അത് ആണുങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ വാസക്ടോമി എന്ന് പറയും. അത് വാസ് ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ടെസ്റ്റ് സ്പേം കൊണ്ടുവന്ന കുഴല് അത് കട്ട് ചെയ്ത് കെട്ടി വെക്കും, ലിഗേറ്റ് ചെയ്യും. അപ്പൊ സ്പേം എത്തൂലല്ലോ. അല്ലെങ്കിൽ ട്യൂബക്ടോമി ചെയ്യുക, അവിടെ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യും, അപ്പൊ ഓവത്തൂല. അതായത് ലക്ഷ്യം ഇതേ ഉള്ളൂ, സ്പേമും ഓവും കൂടി ചേർത്ത്. ഇതല്ലാതെ വേറെ കുറെ മെത്തേഡ്സ് ഉണ്ട്, അതൊന്നും നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ള, ഇവിടെ ഉള്ളത് മാത്രം ഇപ്പൊ പഠിക്കാം. ഓക്കെ, റെഡി? അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അതിഗംഭീരമായി തന്നെ പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു മിമിക്രി കാണിക്കാം. പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ മിമിക്രി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ശശി കലിംഗൻ അറിയില്ലേ? ശശി കലിംഗ ഞാൻ ചെയ്തിട്ടുണ്ടായി നിങ്ങളുടെ. ശശി കലിംഗൻ അറിയാം? ശശി കലിംഗ നമ്മുടെ അമർ അക്ബർ അന്തോണിയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇതാണ് ശശി കലിംഗ. കാണാൻ പറ്റുന്നുണ്ടോ? ഫോക്കസ് കിട്ടുന്നുണ്ടോ? ശശി കലിംഗ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് നമുക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ ആവുന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കട്ടെ, കമന്റ് ഒക്കെ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഓക്കെ, നോക്കാം. ഈ ഷർട്ടു നിന്നോട് ഞാൻ ആ പച്ചക്കോളറിൽ ചുവന്ന മുത്തു പിടിപ്പിച്ച പാർട്ടി വെയറെടുക്കാനല്ലേ പറഞ്ഞ്? ഇവിടെ ആകുമ്പോ TV ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിന്റെ തെന്റെ വേസനാണോ ബാബുവാണോ നിന്നറിയാം. എങ്ങനെയുണ്ട്? റെഡിയല്ലേ? വേണം കുഞ്ഞി കരയുന്ന ഒരു ഒച്ച കൂടി ആക്കാം. ഓക്കെ, ഒരു കുഞ്ഞി കരയുന്ന ഒരു സൗണ്ട് ഞാൻ ചെയ്യാം. ഓക്കെ, അതോടെ കൂടി അവസാനിപ്പിക്കുകയാണേ. റെഡി? നിങ്ങൾ പറഞ്ഞതുപോലെ മിമിക്രിയും ചെയ്തു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. അഡ്വാൻറ്റേജ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓവർ asexual reproduction. Okay, advantages of sexual reproduction over asexual reproduction. ഇത് നിങ്ങളുടെ ചാറ്റ് ബോക്സ്, അത് ഈ ലൈവ് കഴിഞ്ഞ് ലൈവ് എൻഡ് ആവുമ്പോൾ ഉള്ള ചാറ്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, പിന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. സാറ് വീട് കാസർഗോഡ്. ഓക്കെ, കാസർഗോഡാണ്. ഓക്കെ, കാസർഗോഡ് നീലേശ്വരമാണ് സാറ് താമസിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിന്റെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തും. നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ രേഖപ്പെടുത്താം കേട്ടോ. രേഖപ്പെടുത്തില്ലേ? രേഖപ്പെടുത്തണം. ഓക്കെ, സെറ്റല്ലേ? റെഡി? എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യണേ.
അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.